പേര് ഹരികൃഷ്ണൻ, പേരാമ്പ്രയാണ്. ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പേ ബൈ പ്രൊഫഷൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. കൺസ്ട്രക്ഷൻ മേഖലയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഓരോ ദൈവനിയോഗം എന്ന് വേണേൽ പറയാം. ഞാൻ തിരിച്ചെത്തിയത് എൻ്റെ പാരമ്പര്യത്തിലേക്ക് തന്നെയാണ്. കാരണം എൻ്റെ മുത്തച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു വൈദ്യരായിരുന്നു. ഒരു പേരുകേട്ട വൈദ്യർ തന്നെയായിരുന്നു. പക്ഷേ അച്ഛനത് പിന്തുടർന്നിട്ടില്ല. എനിക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷേ പഠിച്ചതും പ്രവർത്തിക്കാനും തീരുമാനിച്ചത് എഞ്ചിനീയറിംഗ് സെക്ഷനിലാണെങ്കിൽ അവിടുന്ന് തിരിച്ച് എന്നെ പിന്നെയും ആയുർവേദത്തിന്റെ ഈറ്റില്ലത്തേക്ക് തന്നെ കൊണ്ടുവിട്ടു. അത് ഒരു മഹാഭാഗ്യമായിട്ടും ഞാൻ കാണുന്നു. കാരണം നമുക്ക് ദൈവം എന്തെങ്കിലും നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ എത്തുള്ളൂ. അത് എനിക്ക് നേരത്തെ ഉമർ ഉസ്താദ് എൻ്റെ മനസ്സിലേക്ക് ഒരു വെളിച്ചം വീശി തന്നിട്ടുണ്ട്. സാറേ, ഇത് നിങ്ങളുടെ കഴിവോ നിങ്ങളെ എന്തെങ്കിലും വിശ്വാസമൊന്നും അല്ല. നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാലും എന്ത് കഴിവ് എവിടെ പ്രയോഗിച്ചാലും നിങ്ങളെ യഥാർത്ഥ കഴിവ് ദൈവം പുറത്ത് കൊണ്ടുവരും. അതങ്ങനെയാണ്. അതിന് നീയത്തുന്നോ എന്തോ പറഞ്ഞു തന്നു, അറബി വാക്ക്. എന്തായാലും കുഴപ്പമില്ല. ഇന്ന് എത്തിയത് ആയുർവേദത്തിന്റെ ഈറ്റില്ലത്തിലേക്കാണ്. അതിൽ തന്നെ നമ്മൾ എത്തിയത് ആയുർവേദ ചികിത്സാ രംഗത്തല്ല, മറിച്ച് ആയുർവേദത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള, എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് ആരോഗ്യം പകരാനുള്ള ആയുർവേദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക്. ആയുർവേദ നല്ല ജീവൻ നിലനിർത്താനുള്ള ശാസ്ത്രം എന്ന് വേണമെങ്കിൽ അതിനെ ചുരുക്കി പറയാം. മലയാളത്തിൽ പറയുന്ന സമയത്ത് ജീവന്റെ ശാസ്ത്രം എന്ന് പറയുന്ന ആ മേഖലയിലെത്തി. ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അറിഞ്ഞോ അറിയാതെയോ വന്നത് ഈ ആയുർവേദത്തിന്റെ പ്രസക്തി കണ്ടിട്ടല്ല യഥാർത്ഥത്തിൽ. പക്ഷെ എങ്ങനെയായാലും ഞാൻ അവിടെ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്ഭുതം. ഇന്ന് നമ്മളെ പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാ ആളുകളും, നിങ്ങളും എത്തിയത് ഇതേ സെക്ടറിലാണ്. അപ്പോ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു മേഖല തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ കാരണമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എപ്പോഴും നല്ലതിനെ ഒരു വശത്ത് വളർത്തിക്കൊണ്ടിരിക്കും. തിന്മകൾ എത്രയുണ്ടാകുന്ന സമയത്തും അതിനൊക്കെ പ്രതിരോധിക്കാൻ ഒരു നന്മയുടെ നിയോഗങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് ഒരുപാട് തിന്മകൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ നന്മകൾക്കും ഒരുപാട് ആളുകൾ വേണം എന്നുള്ളത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഒഴുകിയെത്താൻ സഹായിക്കുന്നത്. തീർച്ചയായും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളവും ഇതിനെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചോളവും ഒരിക്കലും ഒരു ബിസിനസ് മാത്രമല്ല, മറിച്ച് ഒരു ദൈവനിയോഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പ്രധാനമായും രണ്ട് വിധത്തിൽ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായും രണ്ട് വിധത്തിൽ നമ്മൾ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന്, ആളുകൾക്ക്, എല്ലാ ആളുകളുടെ കൈകളിലേക്കും വരുമാനം കൃത്യമായി എത്തിക്കാൻ, നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമ്മൾക്കൊണ്ട് കഴിയുന്നു. മറ്റൊന്ന്, വരുമാനത്തോടൊപ്പം എല്ലാ ഫാമിലിയും നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ എത്തിപ്പെട്ട മേഖലയെ 100% സ്നേഹിച്ച് പ്രവർത്തിക്കുക. അതിന് എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ആത്മാർത്ഥമായി സ്നേഹിക്കണം, പ്രവർത്തിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാം പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വെൽനസ്. അപ്പൊ എന്താണ് വെൽനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സമയത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളെ ഇന്ന തന്നെ പ്രൊഡക്റ്റുകളുണ്ട്, അത് കഴിച്ചാൽ മതി. നമുക്കൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന രീതി അതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. കാരണം വെൽനസ് എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വെൽനസിന്റെ ഒരു പാർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നല്ല ഭക്ഷണം എന്നുള്ള ഒരു പാർട്ടിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ വെൽനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ അർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സൗഖ്യം എന്നുള്ള രീതിയിൽ പറയാം. എന്താണ് സൗഖ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. സൗഖ്യമായിരിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് മാനസികമായി
നല്ല പവർഫുൾ ആകുക എന്നുള്ളതാണ്. ചിന്തകൾ കൊണ്ട് നല്ല പവർഫുൾ ആകുക. നല്ല ചിന്തകളിലെ പവർഫുൾ ആയിട്ടുള്ള ചിന്തകൾ, എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ട് അതിന്റെ പാരമ്യത്തിലെത്തുക, ചിന്തകളുടെ പാരമ്യത്തിലെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗിമാരെയൊക്കെ പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ ഋഷിവര്യന്മാരെ പറ്റി പറയുന്നത് കേൾക്കാം. അവർക്ക് വേറെ വേവലാതികൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളെ ആവലാതികളും വേവലാതികളും നമ്മൾ പറയുമല്ലോ, ആ സംഗതികൾ അതുണ്ടാവില്ല. ഇനി യോഗികളല്ലാത്ത ആളുകളെ നമ്മൾ കാണുന്നു. ഭ്രാന്തന്മാർ എന്ന് വേണേൽ പറയാം. റോഡിൽ കൂടെ ഒക്കെ നടക്കുന്ന എത്രയോ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉന്മാദ അവസ്ഥ, ചിന്തകളുടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാലും ചിന്തകൾ തീരെ ഇല്ലാതെ ആയാലും രണ്ടും ഉന്മാദം തന്നെയാണ്. ചിന്തകൾ തീരെ ഇല്ലാതെ ജീവിക്കാൻ നമ്മൾക്കുണ്ടാവില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഫാമിലി ഉണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് കുടുംബമായിട്ടാണ്. സ്വാഭാവികമായിട്ട് കുടുംബമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആവലാതികളും വേവലാതികളും ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല. എങ്കിലും അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വെൽനസിന്റെ ഒന്നാമത്തെ പാർട്ടായി. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഭക്ഷണമാണ്, നല്ല ഭക്ഷണമാണ്. ആ വിഭാഗത്തിലാണ് നമ്മൾ ഉള്ളത്. നല്ല ചിന്തകളും നല്ല ഭക്ഷണവും ഉള്ളത് കൊണ്ട് മാത്രം ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനുഷ്യന്റെ ശരീരം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. വായു, ജലം, അഗ്നി, ആകാശം, ഭൂമി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉള്ള ആളുകളാണ്, പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ആളുകളുമാണ്. തീർച്ചയായും നമ്മുടെ ശരീരഘടന വെറുതെ ഉണ്ടാക്കി വെച്ച ഒരു മെഷീനറി അല്ല. ആ മെഷീനറി വർക്ക് ചെയ്തില്ലെങ്കിൽ, ആക്റ്റീവ് അല്ലെങ്കിൽ, അത് തീർച്ചയായും അത് കാലഹരണപ്പെടും, എത്രയും പെട്ടെന്ന് നശിക്കും. ഉപയോഗിക്കാത്ത ഒരു ആയുധവും പെർഫെക്റ്റ് ആയി നിന്നിട്ടില്ല. റെഗുലർ യൂസ് ചെയ്യുന്ന ആയുധങ്ങളും മെഷീനറികളും മാത്രമേ നന്നായി പ്രവർത്തിക്കാറുള്ളൂ. അതറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കാറ് അല്ലെങ്കിൽ ബൈക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഉപയോഗിക്കാതിന് ശേഷം നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ തീർച്ചയായും നമ്മളെ മനുഷ്യ ശരീരവും എല്ലാ സമയവും എല്ലാ ദിവസവും ആക്റ്റീവായി നിൽക്കേണ്ട ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്ടുകളും എല്ലാം ആക്റ്റീവായിരിക്കണം. അതിന് വേണ്ടത് നല്ല അധ്വാനമാണ്. നന്നായി അധ്വാനിക്കാത്ത ആളുകളെ സംബന്ധിച്ചോളം എത്ര നല്ല ഉൽപ്പന്നങ്ങൾ കഴിച്ചാലും, എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അതുകൊണ്ട് കൃത്യമായ റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ എന്ത് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സമയത്തും അതിൻ്റെ കൂടെ നിങ്ങൾ വ്യായാമത്തെ പറ്റി, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ എക്സസൈസിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോ അധ്വാനിക്കുന്ന ശരീരമായി മാറ്റുക. നന്നായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഉറക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശ്രമം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്, തന്നെ വന്നോളൂ. ഈ 3 സംഗതികളും റെഡിയാണെങ്കിൽ 4-മത്തത് ഓട്ടോമാറ്റിക്. അങ്ങനെ നന്നായി വിശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന ഒരു ഗുണം, ഞാൻ ഈ വെൽനസിനെ പറ്റി പ്രൊഡക്റ്റ് പറയുന്നതിന് മുമ്പ് ഇത്രയും പറയാനുള്ള കാരണം, പല ആളുകളും പല പ്രൊഡക്റ്റും കൊടുത്തതിന് ശേഷം സാറേ അതിന് ഇന്ന റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. ആ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ കാരണങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. 1, നല്ല ചിന്തകൾ. 2, നല്ല ഭക്ഷണം. 3, നല്ല അധ്വാനം. 4, നല്ല വിശ്രമം. വിശ്രമം ശരീരത്തിന് ആവശ്യമാണ്. ഓരോ അവയവങ്ങൾക്കും ആവശ്യമാണ്. എല്ലാ അവയവങ്ങൾക്കും നിരന്തരം പ്രവർത്തിക്കുന്ന സമയത്ത് ചെറിയ വിശ്രമം ആവശ്യമാണ്. നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ. നമ്മൾ ജനിച്ച അന്ന് മുതൽ മരണം വരെ 1 മിനിറ്റിൽ 72 പ്രാവശ്യം എന്നുള്ള രീതിയിൽ ടപ് ടപ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം പോലും അതിനിടക്ക് ഒരു മൈക്രോ സെക്കൻഡുകൾ വിശ്രമിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ആ വിശ്രമം പോലും നമുക്ക് ആവശ്യമാണ്. അപ്പോ ശരീരത്തിന് ഏറ്റവും നല്ല വിശ്രമം കിട്ടേണ്ടത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന, എപ്പോഴും അലേർട്ടായിരിക്കുന്ന ബുദ്ധിക്കാണ്, തലച്ചോറിനാണ്. തലച്ചോറിന് വിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പെർഫെക്ഷൻ, അത് ഓട്ടോമേറ്റഡ് മെഷീനറിയാണ് ഈ പറയുന്ന തലച്ചോറ്. നല്ല ഉറക്ക് കിട്ടിക്കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ശരീരത്തിന്റെ ഓരോ ഓർഗൻസിനെയും ക്ലീൻ ചെയ്യാൻ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ നന്നായി പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം നമ്മൾ അറിയാതെ പുറമേ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമുക്ക്
എടുത്തു പറയാൻ കഴിയാത്ത, ഏതെങ്കിലും അവയവമായി പറയാൻ കഴിയാത്ത, എന്നാൽ എല്ലാ അവയവത്തെയും നന്നായി പ്രവർത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട്. ആ വിഭാഗത്തിന്റെ പേരാണ് ബാക്ടീരിയകൾ, മൈക്രോബ്സ്. നല്ല ബാക്ടീരിയകൾ, കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ നന്നായി നിലനിൽക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവാണെന്ന്. അല്ല, നമ്മൾ അറിയാതെ നമ്മളെ അകമയും പുറമേയും സപ്പോർട്ട് ചെയ്യുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവൻ നന്നായി നിലനിർത്താൻ സഹായിക്കുന്നത്. അപ്പോ ഞാൻ അതിലേക്ക് പറയുന്നത്, നന്നായി പൊടിയടിച്ചു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അതിലേക്ക് പോകാനുള്ള കാരണം അതിലൊരു പ്രൊഡക്റ്റ് പറയാനും കൂടെയാണ്. എത്ര നല്ല വെൽനസ് കഴിച്ചാലും, എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും, അതിനൊക്കെ ശരീരത്തിന് ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതിന് പല സമയത്തും ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാതെ പോകുന്നതിന്റെ കാരണം ഇന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതില് പറയുന്നത് ക്ഷമിക്കണം, ചെറിയ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. മനുഷ്യൻ ഒരു 10 40 വർഷങ്ങൾക്ക് മുമ്പേ വരെ സ്ഥിരമായി ഉപയോഗിച്ച പല സംഗതികളും ഇന്ന് ഉപയോഗിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശാസ്ത്രം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അസുഖങ്ങളുടെ കാര്യത്തിൽ, എസ്പെഷ്യലി ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഏറെ മുന്നോട്ടാണ് പോയത്, പുറകോട്ടല്ല. ജീവിതശൈലി രോഗങ്ങൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം ആ വാക്ക് തന്നെയുണ്ട്. ജീവിതശൈലിയിൽ നമ്മൾ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. ആ ശൈലി മാറ്റാൻ നമ്മളെ ആരാണ് പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് വിദ്യാഭ്യാസമുണ്ടെന്ന് നടിക്കുന്ന നമ്മൾ തന്നെ പല സമയത്തും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രകൃതി നമുക്ക് അനുശാസിച്ച അല്ലെങ്കിൽ കൽപ്പിച്ച ഒന്നുമല്ല, അതിൽ നിന്ന് വിഭിന്നമാണ്. അതിൽ നമ്മൾ എത്രയോ കാലം മുമ്പേ വരെ, ഒരു 40 വർഷം മുമ്പേ വരെ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ച വെള്ളം പച്ചവെള്ളമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ചൂട് വെള്ളത്തിലേക്ക് പോയത്. തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയുന്നത് പല സമയത്തും എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയണമെന്നില്ല, എങ്കിലും സത്യം അതാണ്. ഏറ്റവും നല്ല മിനറൽ വാട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന പച്ചവെള്ളം തന്നെയാണ് ഏറ്റവും നല്ല മിനറൽ വാട്ടർ. മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ധാതുക്കൾ. നമുക്ക് ആവശ്യമുള്ള മഗ്നീഷ്യവും കാൽസ്യവും ഫോസ്ഫറസും പൊട്ടാസ്യവും അയേണും ഒക്കെ കിട്ടുന്നത് വെള്ളത്തിൽ നിന്ന് തന്നെയാണ് കൂടുതലും. ഒരു പരിധി വരെയൊക്കെ നന്നായി കിട്ടുന്നുണ്ട്. ഭൂമിയിൽ ഇതൊക്കെ ഉണ്ട്. ആ വെള്ളം നമുക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ, പച്ചവെള്ളം കഴിക്കാൻ പറ്റുവാണെങ്കിൽ, അസുഖങ്ങളെ നന്നായി പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയും. പ്രൊഡക്റ്റ് പോകുന്നത് ഞാൻ 1-2 പ്രൊഡക്റ്റേ പറയുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ശരീരഘടനയെ മാറ്റാൻ നമ്മൾ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ കൈയുടെയും കാലിന്റെയും ഉള്ളം കൈയിലും ഉള്ളം കാലിലെയും സ്കിൻ എന്ന് പറയുന്നത് സാധാരണ സ്കിൻ അല്ല. ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു തരത്തിലാണ് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ തീരെ നടക്കാത്ത ആളായാൽ പോലും അതിനടിയിലുള്ള സ്കിന്ന് മറ്റൊരു തരത്തിലുള്ളതാണ്. ആ സ്കിന്ന് കട്ടിയുള്ളതാണ്. അതിന് ഇടക്ക്, ആ സ്കിന്നിനിടക്ക് നല്ല കൊഴുപ്പിന്റെ പാർട്ട് നന്നായി ഉണ്ട്. ഒരുപാട് നാഡീഞരമ്പുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് ഉള്ളം കൈയും ഉള്ളം കാലും. ഏറ്റവും കൂടുതൽ നാഡീഞരമ്പുകളുടെ എൻഡിങ് പോയിന്റ്, അവസാനിക്കുന്ന, കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം. അതിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മെസ്സേജുകൾ നന്നായി പോകുന്നത്. ഹസ്തരേഖാശാസ്ത്രം നോക്കുന്ന ആളുകൾ ചന്ദ്രമണ്ഡലം, ബുധമണ്ഡലം, ശുക്രമണ്ഡലം എന്നൊക്കെ പറയുമെങ്കിൽ, ശാസ്ത്രം അതിന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കിഡ്നിയുടെ, ലിവറിന്റെ, പാൻക്രിയാസിന്റെ, തലച്ചോറിന്റെ ഒക്കെ കേന്ദ്രീകരണമാണ്. അതിന്റെയൊക്കെ റിമോട്ട് സെൻസിങ് പോയിന്റ് ആണ് നമ്മുടെ ഉള്ളം കൈ അല്ലെങ്കിൽ ഉള്ളം കാല്. അതിന് ഉദ്ദീപനം കിട്ടണമെങ്കിൽ ഒന്ന് കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് കൈകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ കുറവാണ്. വെട്ടല്, മണ്ണ് മാന്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കത്തിയൊക്കെ എടുത്ത് വെട്ടി കൈക്ക് നല്ല എന്ത് ചെയ്യുക, ഇതാകുക, ഒന്നും ചെയ്യില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൈ അടിക്കുക എന്നുള്ള, ഉള്ളം കൈ. നമ്മൾ പല പ്രോഗ്രാമിനും പോകുന്ന സമയത്ത് നന്നായി കൈ അടിക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ കാലിന്റെ അടിയിലേക്ക് വ്യായാമം കൊടുക്കാറില്ല. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്
നമ്മളൊക്കെ ബിസിനസ്സുകാരാണ്. പുറമെ പോകുന്ന സമയത്ത് ചെരുപ്പോ ഷൂവോ ഇല്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. പോകുന്നത് ശരിയുമല്ല. ആളുകൾ കണ്ട ചെരുപ്പിടാത്തവെന്ന് പറയും. പക്ഷേ നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊടിയിലേക്ക്, നമ്മുടെ പറമ്പിലേക്ക് ചെരുപ്പിടാതെ ഒന്ന് നടക്കാൻ കഴിയുമെങ്കിൽ, മണ്ണുമായൊരു ബന്ധമുണ്ടെങ്കിൽ, എർത്തിങ് ഉണ്ടെങ്കിൽ, ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ അതും സഹായിക്കും. എർത്തിങ് എന്നുള്ളത് അക്യുപഞ്ചറിങ് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, മറിച്ച് നമ്മുടെ ശരീരത്തിനും ഇഷ്ടം പോലെ ഇലക്ട്രോണുകളുടെ പ്രവാഹമുണ്ട്. ജീവൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണുകൾ പ്രവാഹമാണ്. ഇലക്ട്രോണുകളുടെ വൈദ്യുതിയുടെ പ്രവാഹം ഉണ്ടെങ്കിൽ അവിടെ എർത്തിങ് ആവശ്യമാണ്. എർത്തിങ് ഇല്ലാത്ത വൈദ്യുതി പരിപൂർണമാകില്ല. നിങ്ങൾക്കറിയാം, നമ്മളെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ഒരു എർത്ത് ഉണ്ടാവും, വീട്ടിലൊരു എർത്ത് ഉണ്ടാവും. അവിടെ നിങ്ങൾ ടെസ്റ്റർ എടുത്ത് കുത്തി നോക്കിയാൽ ഒരെർത്തും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ മൈന്യൂട്ടായിട്ട് അവിടെ പോകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നന്നായി പോകും. അങ്ങനെ അവിടെ എർത്തിങ് നടക്കുന്നതുകൊണ്ടാണ് ആ വൈദ്യുതിയുടെ സർക്യൂട്ട് പെർഫെക്റ്റ് ആകുന്നത്. നമ്മുടെ ജീവന്റെ സർക്യൂട്ട് പെർഫെക്റ്റ് ആണെങ്കിലും എർത്തിങ് ആവശ്യമാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, നല്ല വിശ്രമം. മറ്റ് നമ്മുടെ അധ്വാനം, നന്നായി കായിക അധ്വാനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം നല്ല ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ ശരീരം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. നന്നായി അധ്വാനിക്കുന്ന ആളുകൾ നന്നായി വെള്ളം കുടിക്കും. സ്വാഭാവികമായിട്ട് വെള്ളം കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ കിഡ്നി കൂടെ മൂത്രത്തിൽ കൂടെ പുറത്തേക്ക് പുറന്തള്ളപ്പെടും. അതുകൊണ്ട് ഒരുപാട് വേസ്റ്റുകൾ, മാലിന്യങ്ങൾ അതിലെ പോകും. നന്നായി വേർക്കും. സ്കിന്നിൽ അടിഞ്ഞുകൂടിയുള്ള മാലിന്യങ്ങളെ സ്കിന്നിൽ കൂടെ തന്നെ നന്നായി എടുത്ത് പുറത്ത് കളയും. സ്വാഭാവികമായി അതിൽ കൂടെയും നല്ല പെർഫെക്ഷൻ നടക്കും. അപ്പോൾ അധ്വാനം ആവശ്യമാണ്. വിശ്രമം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം നടക്കുന്നത്, എസ്പെഷ്യലി നമ്മൾ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിനെ പറ്റി പറയാറുണ്ട്. ഞാൻ ഇവിടെ പറയുന്ന ഏറ്റവും നല്ല മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ നമ്മുടെ ഉറക്കമാണ്. നന്നായി ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രക്തശുദ്ധീകരണം ഓട്ടോമാറ്റിക് നടക്കും. അപ്പോ ഇതൊക്കെയാണെങ്കിലും അതോടൊപ്പം പല സമയത്തും നമ്മൾ ഇന്ന് കിട്ടുന്ന ഭക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ, തിരിച്ചൊന്ന് അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണെങ്കിൽ, ഈ പറഞ്ഞ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കും. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നന്നായി ലഭ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ ശരീരം, ഓരോ അവയവങ്ങളും അതിന്റെ പ്രവർത്തനങ്ങൾ പെർഫെക്റ്റ് ആക്കും. അങ്ങനെ പെർഫെക്റ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കും. മനസ്സ് നന്നാവും, ശരീരം നന്നാവും, നമ്മൾ മൊത്തം നന്നാവും, ചിന്തകൾ നന്നാവും. അതിന് നമുക്ക് നമ്മുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യുന്ന കോടിക്കണക്കിനായ ബാക്ടീരിയകളെ നമ്മൾ അങ്ങോട്ട് വന്ന് ചെറിയൊരു സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാച്ചുറലി നമുക്ക് കിട്ടുന്ന നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന് സപ്പോർട്ടീവാണ്. പണ്ട് നമ്മളൊക്കെ ഇഷ്ടം പോലെ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മളൊക്കെ ഇഷ്ടം പോലെ നല്ല ഭക്ഷണം കഴിച്ചിരുന്നു. ആ ഭക്ഷണം ഇന്ന് പല ആളുകൾക്കും നല്ലതല്ലാത്തതായതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഇനിയും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ അംഗീകരിക്കണം എന്നില്ല. പക്ഷെ അംഗീകരിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകുന്നത്. 1-2 പ്രൊഡക്റ്റുകളെ പറയുന്നുള്ളൂ. അതിൽ നമുക്കൊക്കെ വെൽനസ് എന്ന കാറ്റഗറിയിൽ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു 3 മാസത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ് എന്ന് പറയുന്നതിന് പകരം ലൈഫ് ടൈം നമ്മൾ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നല്ല ആരോഗ്യത്തോട് ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന 2 പ്രൊഡക്റ്റുകൾ. അതിലൊന്ന്, നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഒരു ഭക്ഷണം, നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണം, അതാണ് പ്രോബയോട്ടിക്. ഈ പറയുന്ന ഉൽപ്പന്നം ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ളതല്ല, മറിച്ച് കൊടുക്കാനുള്ളതല്ല വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ടെന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. അതിലുപരി നമുക്ക് ഓരോ വ്യക്തികൾക്കും, ഇതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത എല്ലാ വ്യക്തികളും അവരുടെ ഫാമിലിയിൽ ഓരോ മെമ്പേഴ്സും സ്ഥിരമായി കഴിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയകൾ. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം എന്നറിയാലോ. നമുക്ക് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, പുറകെ തുറന്നു വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് തുറന്നിട്ടല്ല, ഇത് ഫുൾ ടൈം തുറന്നു വെച്ചിട്ടാണ്. എന്ത് കിട്ടിയാൽ അകത്തേക്ക് പോകാൻ തന്നെയാ വെച്ചത്. ഭക്ഷണം വളരെ പ്രധാനമാണ്. അപ്പൊ തീർച്ചയായും ഈ നല്ല ഭക്ഷണം ഞങ്ങൾ എന്ത് കഴിച്ചോ, നല്ലതായാലും ചീത്തയായാലും, അതിനെ ഉപയോഗിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ദഹന പ്രക്രിയയുണ്ട്. ഉള്ളം കയ്യിൽ നിന്ന് ആദ്യത്തെ ദഹനം നടക്കുമെന്ന് പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് നടക്കാറില്ല. കാരണം ഇന്ന് ഇങ്ങനെ കഴിക്കുന്ന ആളുകളെ, 2 വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്.
അല്ലെങ്കിൽ 3 വിരല്. ഒരു ഫാഷൻ ടൈപ്പാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ പണ്ടുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള തലമുറക്ക് അങ്ങോട്ട് ഇരിക്കാൻ പോലും പറ്റില്ല. കാരണം കയ്യിലിട്ടിട്ട് ഞെരടലുണ്ട്. ഈ ഞെരടി ഇതിനെ പാകപ്പെടുത്തി ഒരു പകുതി അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷമേ നമുക്ക് കഴിക്കാറുള്ളൂ. അവിടുന്ന് വായിലിട്ട് കഴിഞ്ഞാൽ ചവച്ചരച്ച് വെള്ളം പോലെയാക്കി അങ്ങോട്ട് കഴിക്കുള്ളൂ. അതിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ദഹനത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൽക്കലൈൻ പാർട്ടായിട്ടുള്ള ഉമിനീര് ഇഷ്ടം പോലെ ചെല്ലും. അപ്പോ ഉമിനീര് കലർന്ന ഭക്ഷണം അല്ലെങ്കിൽ ഏത് അന്നജമായാലും ഉമിനീര് കലർന്നാൽ ദഹനത്തിന്റെ പകുതി അവിടെ കഴിഞ്ഞു. അതിന്റെ പ്രോസസ്സിന്റെ സെക്കൻഡ് പാർട്ടും ക്ലിയർ ആയി. നന്നായി ചവച്ചരച്ച് അന്നനാളത്തിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ എൻസൈംസ്, ആസിഡുകൾ ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടി, കത്തിക്കാൻ വേണ്ടി ശരീരം ഓട്ടോമാറ്റിക് അതിന്റെ കൂടെ ചേർക്കും. ഇതിന് ആമാശയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അടിച്ച് കരക്കലാണ്. അടിച്ച് നമ്മളെ മിക്സിയിലിട്ട് അടിക്കും പോലെ അവിടെ നിന്ന് അടിക്കും. ആ അടിക്കുന്ന സമയത്ത് ആസിഡും ഈ പറയുന്ന അന്നജവും ചേർന്ന് ഒരു കുഴമ്പ് രൂപത്തിലായി അതിനെ ചെറിയ ചെറിയ പാർട്ടുകളായി നമ്മുടെ ചെറുകുടലിലേക്ക് തള്ളിക്കൊടുക്കും. ആ ചെറുകുടലും തള്ളി അത് പോകുന്ന വഴിയിൽ നിന്നൊക്കെ ചെറുകുടലിന്റെ ഭിത്തിയിൽ നിന്ന് പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെ സഹായിക്കുന്നത് നമ്മുടെ ചെറുകുടലിന്റെ ഭിത്തികൾ മാത്രമല്ല, അതിൽ ഒളിഞ്ഞിരിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകളാണ്. ആ ബാക്ടീരിയകൾ ഇല്ലാത്തതാണ് ഇന്ന് ദഹനം കംപ്ലീറ്റ് ആകാത്തത്. ശരീരത്തിൽ എത്ര നല്ല പോഷകാഹാരം കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ ഗുണം നമുക്ക് ലഭിക്കാതെ പോകുന്നത് അവിടെ ഇതിനെ സഹായിക്കുന്ന ബാക്ടീരിയകൾ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ കവചപ്രാശ് കഴിച്ചാലും 95 കഴിച്ചാലും എന്ത് കഴിച്ചാലും അതിന്റെ പോഷകങ്ങൾ ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റണ്ടേ? അതിനെ സഹായിക്കുന്ന ഇന്ന് പ്രകൃതിയിൽ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന, നമ്മളെ സപ്പോർട്ടീവായി സൃഷ്ടിച്ചു തന്നുള്ള ഈ കോടിക്കണക്കിന് ബാക്ടീരിയകൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതിലെന്ത് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയകളെ സപ്പോർട്ട് ചെയ്യുന്ന, ബാക്ടീരിയകളെ ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. പുറമേ നിന്ന് തന്നെയും ഇഷ്ടംപോലെ ബാക്ടീരിയകൾ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആ ബാക്ടീരിയകൾ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നല്ല പഴങ്ങളിൽ നേരിട്ട് കിട്ടും. വീട്ടില് ഒരു വാഴപ്പഴം ഉണ്ടെങ്കിൽ അത് നമ്മളെ നല്ല പ്രോബയോട്ടിക്സ് ആണ്, ബാക്ടീരിയ ആണ്. നിങ്ങൾ എന്തും ഒന്ന് അല്പം പഴകിയത് കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബാക്ടീരിയകൾ കിട്ടും. പൊതുവെ പണ്ട് മുതൽ ഇന്ന് വരെ കഴിക്കുന്ന ഒന്നാണ് തൈര്. ഇഷ്ടംപോലെ ബാക്ടീരിയ, ലാക്ടോബാസിലസ് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ അതിലുണ്ട്. അപ്പൊ നല്ല ബാക്ടീരിയയെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ശരീരത്തിലെ എല്ലാ പോഷകങ്ങളെയും ആര് വലിച്ചെടുക്കും? ഈ പറയുന്ന ബാക്ടീരിയ വലിച്ചെടുക്കും. ബാക്ടീരിയ വലിച്ചെടുത്ത് ശരീരത്തിന്റെ രക്തത്തിലേക്ക് കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂപ്പറായിക്കോളും, നമ്മുടെ ശരീരം ആയിക്കോളും. ആ കലർത്തി കൊടുക്കാനുള്ള പ്രോസസ്സ് ചെയ്യേണ്ട ബാക്ടീരിയകളെ നമുക്ക് വളർത്തിയേ പറ്റൂ. അതിനൊന്നുകിൽ നല്ല പഴവർഗ്ഗങ്ങളും, അതേപോലെ തന്നെ പഴവർഗ്ഗം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പഴവർഗ്ഗങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ ഈ പറയുന്ന പ്രോബയോട്ടിക്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അത്രയും കെമിക്കലുകൾ അതിന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആ കെമിക്കലുകൾ ഈ പ്രോബയോട്ടിക്സ് നശിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ പ്രോബയോട്ടിക്സിന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരുപാട് ഭക്ഷണം നമുക്കുണ്ട്. അതാണ് നേരത്തെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന തൈരും പഴങ്കഞ്ഞിയും. പഴങ്കഞ്ഞി മീൻസ് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അതിനുള്ള ബാക്ടീരിയകൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്ത് അതിന്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ടാകും, ചെറിയൊരു പുളിപ്പൊക്കെ വന്നിട്ടുണ്ടാവും. ബാക്ടീരിയകൾ വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത് പുളിക്കുന്നത്. അവരുടെ വിസർജ്യമാണ് യഥാർത്ഥത്തിൽ. വിസർജ്യം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ വിസർജ്യമോ മറ്റു മൃഗങ്ങളുടെയോ നോക്കണ്ട. ബാക്ടീരിയയെ കണ്ണുകൊണ്ട് കാണില്ല, അതിന്റെ വിസർജ്യങ്ങൾ നിങ്ങൾ തീരെ കാണാനും പോകുന്നില്ല. അപ്പോ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള വിസർജ്യങ്ങൾ അത് ശരീരത്തിന്റെ പോഷകങ്ങളാണ്. അതാണ് പോഷകാഹാരം എന്ന് പറയുന്നത്. അപ്പൊ നല്ല തൈരും പഴങ്കഞ്ഞിയും കഴിച്ചാൽ മതി. പക്ഷെ ഇനിയുള്ള കാലത്ത് ഇത് പറഞ്ഞു കൊടുത്ത ഒരാളും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത് നടക്കുന്ന കേസല്ല, തണുത്തത് കഴിക്കരുത്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്കിൽ എൻ്റെ അഭിപ്രായം ഫ്രീസറിൽ വെച്ച തണുപ്പല്ല ഞാൻ പറഞ്ഞത്, നാച്ചുറലി വന്ന തണുപ്പ് അത് കഴിക്കണം. അപ്പോ അത് അതും കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രോബയോട്ടിക്സ് പ്രൊഡക്റ്റ്. അതിനകത്ത് പ്രധാനമായും ഉള്ളത് 2 തരം ബാക്ടീരിയകൾ തന്നെയാണ്. ഒന്ന് നമ്മുടെ ബാസിലസ് സബ്റ്റിൽസ് എന്ന് പറയുന്ന ബാക്ടീരിയ. പലതരം ബാക്ടീരിയകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തൈരിലുള്ളത് ലാക്ടോബാസിലസ് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്.
ഓരോ ബാക്ടീരിയകൾക്കും അവരുടെ ലൈഫ് സ്പാനിന് വ്യത്യാസം ഉണ്ടാവും. കുറഞ്ഞ സമയം കൊണ്ട് അത് ഓട്ടോമാറ്റിക് നശിച്ചു പോകും. പ്രതികൂല സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ പഴയ ആളുകൾ പറയുന്ന കേൾക്കാം, ചൂട് ചോറിൽ തൈര് ചേർത്ത് കഴിക്കരുത്, വിഷമാകും എന്ന് പറയും. ചൂടുള്ള ചോറിൽ തൈര് ചേർത്ത് കഴിച്ചാൽ പോഷകമല്ല, അത് വിഷമായിട്ടാണ് മാറുന്നത്, കഴിക്കരുത്. തണുത്തതിലേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോ ആ പേര് കൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചൂടുള്ളത് ചെന്ന് കഴിഞ്ഞാൽ ബാക്ടീരിയകൾ ഓട്ടോമാറ്റിക് നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പ്രതിരോധിക്കാനുള്ള, അതായത് ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലുള്ള ഒരു ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിൽസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ശരീരത്തിനകത്ത് ചെല്ലുന്ന സമയത്ത് ശരീരം ചൂടാവും, ഉള്ളിൽ ചൂടാണ്, ഉള്ളിൽ ഇഷ്ടംപോലെ ആസിഡുകൾ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടോ അതാണ് ഏറ്റവും നല്ല പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതിൽ ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ, എന്നാൽ മനുഷ്യ ശരീരത്തിന് ഏറ്റവും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിൽസ്. ഇത് ഒരു ക്യാപ്സൂൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഒരു ക്യാപ്സൂളിൽ 1 ബില്യൺ കോളനികൾ, ബാക്ടീരിയൽ കോളനികൾ എന്നാണ് പറയുന്നത്. 1 ബില്യൺ ബാക്ടീരിയ അല്ല, ബാക്ടീരിയൽ കോളനികൾ. കോളനി എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ബാക്ടീരിയ ആയിരിക്കില്ല, ഒരു 10ഓ 100ഓ അടങ്ങുന്ന ഒരു കൂട്ടമായിരിക്കും ആ ഒരു ബാക്ടീരിയൽ കോളനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 1 ബില്യൺ ബാക്ടീരിയൽ കോളനികൾ ഉണ്ട്. എത്രയാ? 100 കോടി അല്ലേ? 100 കോടി ബാക്ടീരിയൽ കോളനികൾ ഒരു ക്യാപ്സൂൾ നമുക്ക് കിട്ടും. സ്വാഭാവികമായും നമ്മൾ എന്ത് നല്ല ഭക്ഷണം കഴിച്ചാലും അതിനെ നന്നായി പ്രോസസ്സ് ചെയ്ത് ശരീരത്തിന് പാകപ്പെടുത്തി കൊടുക്കാൻ ഈ പറയുന്ന പ്രോബയോട്ടിക്സിന് കഴിയും. അപ്പോ ഇത് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ നല്ല വശം, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, 95 കൊടുത്താലും, കവചപ്രാശ് കൊടുത്തു കഴിഞ്ഞാലും, മാനശക്തിമാൻ കൊടുത്തു കഴിഞ്ഞാലും, എന്ത് കൊടുത്തു കഴിഞ്ഞാലും, ഇനി ഡയബാലൈഫ് കൊടുത്താലും, എന്ത് കൊടുത്താലും അതിന്റെ യഥാർത്ഥ വശം, യഥാർത്ഥ ഗുണം ശരീരത്തിന് കിട്ടണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രോബയോട്ടിക്സ്. അപ്പോ അതിന് കൂടെ പ്രോബയോട്ടിക്സ് ഈ ബാക്ടീരിയകൾക്ക് ഈ ക്യാപ്സൂൾ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ അവർക്കും ഭക്ഷണം വേണമല്ലോ. അവിടെ വയറ്റിലേക്ക് പോകുന്നത് വരെ ശരീരത്തിനകത്ത് ചെയ്യുന്ന ഇഷ്ടം പോലെ ഭക്ഷണം ഈ ബാക്ടീരിയകൾക്ക് പ്രോസസ്സ് ചെയ്യാനുണ്ട്. പക്ഷെ അവർക്ക് അതുവരെ ജീവിക്കാനുള്ള പ്രീബയോട്ടിക്സ്, അത് ഡെക്സ്ട്രിൻ എന്ന് പറയുന്ന ഒരു പാർട്ട് അതിനകത്തുണ്ട്. ഒരു തരം അന്നജാണ് ഡെക്സ്ട്രിൻ. അതേപോലെ നമ്മുടെ ഗുഡുജി അല്ലെങ്കിൽ ചിറ്റമൃത് എന്ന് പറയുന്ന ഒരു പാർട്ടും അതിനകത്തുണ്ട്. അപ്പോ ഇത് രണ്ടും പ്രീബയോട്ടിക്സ് ആണ്. അത് കൂടാതെ അതിനകത്ത് ബാസിലസ് കൊയാഗുലസ് എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഈ ബാക്ടീരിയകളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന, നിലവിലുള്ള ബാക്ടീരിയകളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ബാക്ടീരിയയാണ്. അത് 1 മില്യനും അതിനകത്തുണ്ട്. മില്യൻ 10 ലക്ഷം കോളനി സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന മറ്റൊരു ബാക്ടീരിയയാണ്. ഈ 2 ബാക്ടീരിയൽ കോളനികളെ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വളരെ പെർഫെക്റ്റായി നന്നായി പ്രവർത്തിച്ചോളും. സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് നല്ല തരത്തിൽ ഉപയോഗിക്കാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റ് സഹായിക്കും. അപ്പോൾ ഇത് ആർക്കുള്ളതാണ് ഈ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, everyone every time. ഇതിന് കാലാവധിയില്ല. കാലാവധി മീൻസ് അതിന്റെ മുകളിൽ എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത്. കഴിക്കുന്നതിന് കാലപരിധിയില്ല. ഇനി ഒറ്റ കാര്യം കൂടെ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചോദിച്ചിട്ടുണ്ട്, സാറേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോന്ന്. നമ്മൾ കഴിക്കുന്നതിന് ഒരു പ്രശ്നമില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. എക്സ്പയറി കഴിഞ്ഞ സാധനം പുറമെ ഒരു വ്യക്തി കൊടുക്കാനുള്ളതല്ല, കഴിക്കാം. പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത്, പ്രോബയോട്ടിക് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉപയോഗിച്ചിട്ട് ഒരു ഗുണമില്ല സാധനമാണ്, എടുത്ത് ദൂരെ കളയുക. കഴിയുന്നതും എത്രയും പെട്ടെന്ന് മാനുഫാക്ചറിംഗ് ഡേറ്റിനോട് എത്രയും അടുത്തുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. വാങ്ങിക്കൊണ്ട വെക്കണമെന്നില്ല. എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് ഒരു 2 പ്രോബയോട്ടിക്സ് നമ്മുടെ വീട്ടിൽ ഉണ്ടായാൽ മതി. സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. എത്ര ടൈം എന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ലൈഫ് ലോങ്. ആർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും. ഇന്ന് നമ്മൾ ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളാണ്. ശരീരത്തിൽ പ്രോബയോട്ടിക്സ് ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്. അതാണ് എല്ലാ അസുഖത്തിന്റെയും ഒരു അടിസ്ഥാന കാരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ അത് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കുക. പ്രോബയോട്ടിക്സ് എല്ലാ ആളുകളും സ്ഥിരമായി ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് ഇന്ന് പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല കുറെ നല്ല ഭക്ഷണങ്ങളുണ്ട്.
അതിൽ നമ്മളെ നാട്ടിൽ നമ്മുടെ വീട്ടു തൊടിയിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് മുരിങ്ങ. മുരിങ്ങ എന്ന് പറയും, നമ്മുടെ പ്രൊഡക്റ്റിനുള്ള മുരിങ്ങ എന്ന് എഴുതിയിരുന്നു. അതിൽ വേറെ ഒന്നുമില്ല, വെറും 2-3 കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലെ ഒരു കണ്ടന്റ് മതി നമ്മളെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും കൃത്യമായി നമുക്ക് തരാൻ, നമ്മുടെ ദഹന പ്രക്രിയ വളരെ പെർഫെക്റ്റ് ആകാൻ, നമ്മുടെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ പെർഫെക്റ്റ് ആകാൻ ആ ഒരു പ്രൊഡക്റ്റ് മതി. ആ പ്രൊഡക്റ്റ് മുരിങ്ങ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. മുരിങ്ങ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇന്ന് പല ആളുകളും പുരുഷ വന്ധ്യതയെ പറ്റി പറയുന്ന സമയത്ത് പറയാം, പുരുഷ വന്ധ്യതക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് പെർഫോമൻസ് കുറവ് ഉള്ള ആളുകളുണ്ട്, അതുപോലെ കൗണ്ടിന്റെ കുറവുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മുരിങ്ങ ശീലമാക്കിയ ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പുരുഷന്മാരെ സംബന്ധിച്ചോളം പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ മുരിങ്ങയേക്കാൾ മികച്ച ഒന്നില്ല എന്ന് വേണേൽ പറയാം. അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ, ഞാൻ ഉൾപ്പെടെ ഇപ്പൊ ഇരിക്കുന്നത് കണ്ണട സ്പെക്ട് വെച്ചുകൊണ്ടാണ്. ഈ സ്പെക്ട് വെക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലെ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ നല്ല മാറ്റം ഉണ്ടാവും. കണ്ണടയുടെ കച്ചവടം കുറക്കാം. നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ ഒരു 6 മാസം കൊണ്ടൊക്കെ ഈ സ്പെക്ട് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ചെയ്യുന്നത്. ഏകദേശം 1 മാസം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. മുരിങ്ങയൊക്കെ നേരത്തെ പറയെങ്കിലും സ്ഥിരമായി കഴിക്കാനൊന്നും എടുത്തിട്ടില്ല. ഇടയ്ക്കൊന്ന് കഴിച്ചു നോക്കും. പക്ഷെ ഞാനൊരു ശപഥം എടുത്ത പോലെയാണ്, എൻ്റെ ലൈഫിൽ ഇനി ലൈഫ് ലോങ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ മുരിങ്ങയിൽ 3 കണ്ടന്റുകളാണുള്ളത്. മുരിങ്ങയിലല്ല, നമ്മുടെ മുരിങ്ങ മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ 3 കണ്ടന്റുകളാണുള്ളത്. ഒന്ന് നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ്, 2 കുരുമുളകാണ്, 3 മഞ്ഞളാണ്. ഈ 3 കണ്ടന്റുകളും ശരീരത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മുരിങ്ങ തന്നെ അതിന്റെ ഗുണമുണ്ടെങ്കിലും മഞ്ഞൾ അതിനകത്ത് ചേർത്തുകൊണ്ട് സ്കിൻ ഒന്നുകൂടെ പെർഫെക്റ്റ് ആവും. മുരിങ്ങ തന്നെ നമ്മുടെ സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കാൻ ഏറ്റവും മികച്ച ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. മുരിങ്ങയിൽ വൈറ്റമിൻ എ എൻറിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് മുരിങ്ങ. വൈറ്റമിൻ എ അത് കണ്ണിന്റെ കാഴ്ചശക്തിയെ ഇംപ്രൂവ് ചെയ്യാൻ, കണ്ണിന്റെ നാഡീഞരമ്പുകളുടെ പെർഫെക്റ്റ് ആക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ത്? മുരിങ്ങ. കണ്ടന്റാണ് മുരിങ്ങ. മറ്റൊന്ന്, അതിനകത്ത് വൈറ്റമിൻ B1, B2, B3, വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ അതിനകത്തുണ്ട്. അതായത് തയാമിനും റൈബോഫ്ലാവിനും നിയാസിനും അതിനകത്തുണ്ട്. അപ്പോ വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ ഉണ്ട്, സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കാൻ ബെസ്റ്റാ. വൈറ്റമിൻ സി ഉണ്ട്, പ്രതിരോധ ശേഷി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റാ. മിനറൽസ് ഇഷ്ടം പോലെ ഉണ്ട്. കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ട്, മാഗ്നീഷ്യവും അയോണും ഉണ്ട്. അപ്പോ ഇത് നന്നായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ പല സമയത്തും പ്രതിരോധ ശേഷി കുറയാനുള്ള ഒരു കാരണം രക്തക്കുറവാണ്. ആ രക്തക്കുറവിനെ പരിഹരിക്കും, ദഹന പ്രക്രിയ പരിഹരിക്കും, സ്കിൻ പെർഫെക്റ്റ് ആകാൻ സഹായിക്കും, അതേപോലെ നല്ല മോഷൻ നമുക്ക് കിട്ടാൻ സഹായിക്കും, കണ്ണിന്റെ കാഴ്ചശക്തി കൂടും. അപ്പോ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. മുരിങ്ങയുടെ ഗുണവശങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ ഇതിനേക്കാൾ മികച്ച ഒരു ഫുഡ് സപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രൊഡക്റ്റ് പ്രകൃതി നമുക്ക് തന്നിട്ടില്ല എന്ന് വേണേൽ പറയാം. നമ്മളെ സംബന്ധിച്ചുള്ള, എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ മുരിങ്ങയുള്ള സ്ഥലം. ഞാനൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ കാണാം. റെയിൽവേ പാളത്തിന്റെ സൈഡിൽ പോലും ഇഷ്ടം പോലെ. അപ്പോ ഇത് നമ്മളെ ശരീരത്തിലേക്ക് വേണ്ടുന്ന പോഷകങ്ങൾ ലഭിക്കുന്ന ഒരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാ ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ലോങ് ഡെയിലി ഒരു ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അസുഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഈ ഒരു പ്രൊഡക്റ്റ് മതി. അപ്പോൾ 2 പ്രൊഡക്റ്റുകൾ വളരെ എന്ത് ചെയ്യുക, കൃത്യമായി ഉപയോഗിക്കാൻ. 2ഉം ഡെയിലി 1 വെച്ച് കഴിച്ചാൽ മതി, ഒരുപാട് കഴിക്കണ്ട.
അപ്പോ മുരിങ്ങ ഏകദേശം ഒരു ബോട്ടിൽ വാങ്ങിയ 2 മാസത്തേക്ക് ഉണ്ടാവും. ഇതിന് BV കുറയും കേട്ടോ. കാരണം 2 മാസത്തേക്ക് ഒരു മുരിങ്ങ എന്ന് പറഞ്ഞാൽ 300 രൂപയെ കയറുള്ളൂ. ഞാൻ BVക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഉപയോഗ രീതി നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. പ്രോബയോട്ടിക്സും അതുപോലെ തന്നെ ഒന്ന് വാങ്ങി 1 മാസം കംപ്ലീറ്റ് ഉണ്ടാവും. അപ്പോൾ ഡെയിലി യൂസിനുള്ള 2 പ്രൊഡക്റ്റുകൾ. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളെ പറ്റി സംസാരിക്കാനുണ്ട്. എല്ലാത്തിലേക്കും പോകാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റാണ് നെർവ് എനർജി. പല സമയത്തും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഇന്ന് ഭൂരിഭാഗം ആളുകളും, ഇന്ന് ഭൂരിഭാഗം എന്ന് പറയാൻ കാരണം പണ്ടൊക്കെ ഒരു മൈനോറിറ്റിയാണ് എങ്കിൽ ഇന്ന് ഭൂരിഭാഗം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഡയബറ്റിക്സ് എല്ലാ ആളുകളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഷുഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാറി. അത്രയും ആളുകളിലേക്ക് ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് പേടിയാണ്. കാരണം ഇന്നത്തെ ജീവിത ശൈലി അങ്ങനെ ആയിക്കഴിഞ്ഞു. നല്ല ഭക്ഷണമില്ല, നല്ല വ്യായാമമില്ല, നല്ല വിശ്രമമില്ല, ഉറപ്പായിട്ട് വരും. ഇനി നല്ല ഭക്ഷണം കിട്ടിയാലും നല്ല വിശ്രമമില്ലെങ്കിലും തന്നെ വന്നോളും. വിശ്രമമില്ലെങ്കിൽ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ താറുമാറാകും എന്ന് പറയാൻ വേണ്ടി ഞാൻ തുടക്കത്തിൽ ആദ്യം പറഞ്ഞത് നല്ല വിശ്രമം ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്താലും ആവശ്യത്തിന് വിശ്രമം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മിനിമം ഒരു മനുഷ്യൻ ഏറ്റവും മിനിമം 5 മണിക്കൂറെങ്കിലും ഉറങ്ങണം. നമുക്കൊക്കെ 5-6 മണിക്കൂർ മതി. കായിക അധ്വാനം കുറഞ്ഞ ആളുകളാ, പക്ഷെ കായിക അധ്വാനം കൂടെ വേണമെന്നാണ് പറഞ്ഞത്. കായിക അധ്വാനം കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചോളം 5 മണിക്കൂറും, നന്നായി അധ്വാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം 8 മണിക്കൂറും മിനിമം ഉറങ്ങിയിരിക്കണം. 8-9 മണിക്കൂർ നന്നായി അധ്വാനിക്കുന്ന ആളുകൾ ഉറങ്ങിയിരിക്കണം. ആ സമയത്താണ് നമ്മുടെ ഓരോ അവയവങ്ങളുടെയും റിഫ്രഷ്മെന്റ് നടക്കുന്നത്. ആ റിഫ്രഷിങ് നടന്നില്ലെങ്കിൽ പണി കിട്ടും. അപ്പോ നന്നായി അധ്വാനിക്കുന്ന ആളുകൾക്ക് ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളൊരു ഗുണവും, അതിനുള്ള വിശ്രമം ഇല്ലെങ്കിൽ എല്ലാത്തിനും തകരാറിലാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖങ്ങൾ പകർച്ചവ്യാധി അല്ല, എങ്കിലും പടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയും. പടർന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ പകർച്ചവ്യാധിയായിട്ടല്ല, പക്ഷെ ഇത് അത്രയും കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണേൽ പറയാം. അപ്പോ നമുക്ക് ഡയബറ്റിക്കിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനം 1 ഉറക്ക് തന്നെയാണ്. 2 നമ്മുടെ ലിവർ ഫങ്ഷൻ പെർഫെക്റ്റ് ആകുക എന്നുള്ളതാണ്. ലിവറിനെ പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് ലിവഗെയിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ആ ലിവർ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരത്തിലുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന പാൻക്രിയാസ് നന്നായി പ്രവർത്തിച്ചോളും. പാൻക്രിയാസിന്റെ സെല്ലുകൾ ഒക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട്, ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. ഇനി ഇന്ന് പല സമയത്തും നമ്മൾ ഷുഗറിനെ പ്രതിരോധിക്കാൻ പല മരുന്നുകളും കഴിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇൻസുലിൻ പുറമേ നിന്ന് കൊടുത്താലും ശരീരത്തിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. മരുന്ന് കഴിക്കുന്ന സമയത്ത് താണു നിൽക്കും. ആ മരുന്നിന്റെ എഫക്റ്റ് പോയാൽ ഉടനെ നമ്മൾ പിന്നെയും ഡയബറ്റിക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുക, അതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡയബാലൈഫ്, നമ്മുടെ ലിവഗെയിൻ. ഇനി എല്ലാ പ്രൊഡക്റ്റിലേക്കും ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം, ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും നന്നായി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആ ഉണർന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെയും നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. അതിന് സഹായിക്കുന്ന, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളെയും പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന, മെറ്റബോളിസം പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് 9E5. ഇതും നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ചുരുക്കി ഓടിച്ചു കളയുന്നത്. അപ്പോൾ 9E5 അതും നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം മറ്റ് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമ്മുടെ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇന്ന് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്, ആളുകൾ ഒരിക്കലും പകർച്ചവ്യാധിയെ കുറിച്ചല്ല, ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ചാണ്. ഏത് പ്രൊഡക്റ്റ് കഴിച്ചാലും, എന്ത് പ്രൊഡക്റ്റ് കഴിച്ചാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, നമ്മൾ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ, മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടു പഠിക്കണം എന്ന് ഞാൻ പറയാം.
അവർക്ക് വിശ്രമമില്ല. പകൽ സമയമായി കഴിഞ്ഞാൽ, നേരം വെളുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂര്യന്റെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ അവരുണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ കുറച്ച് മുമ്പേ, അസ്തമിക്കാനായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂട്ടിലേക്ക് അടങ്ങും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഫുൾ വിശ്രമമാണ്. സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയുള്ള സമയം വിശ്രമമാണ്. അവിടെ ഒരു പരിശ്രമം അവർ നടത്താറില്ല. പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു സമയം പോലും അവർ വിശ്രമത്തിന് വേണ്ടി മാറ്റിവെക്കില്ല. ഫുൾ പരിശ്രമമാണ്. അവരെ കണ്ട് പഠിച്ചാൽ മതി. നമ്മൾ നല്ല പരിശ്രമശാലികളായാൽ, ഏതർത്ഥത്തിലായാലും നമ്മൾ പരിശ്രമശാലികളായാൽ ജീവിതത്തിലും വിജയിക്കും, ആരോഗ്യത്തിലും വിജയിക്കും. അപ്പോ അതിന് സഹായിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. വെറും ബിസിനസ്സായി കാണുന്നതിന് പകരം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള റിക്വസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. ഓരോ ആളുകളും അവരവരുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകളുടെയും ആരോഗ്യം നന്നായി ഇരിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കും. നമ്മളെ കുടുംബവും നന്നായി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും നന്നായിക്കോളും. നമ്മളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന, കുറേ പ്രൊഡക്റ്റ് നിരത്തി വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ആളുകൾ ആദ്യം വിമർശിക്കും. പക്ഷെ പിന്നീട് അവരെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കും തന്നേക്കെന്ന് പറയും. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളെ ഞാനും കണ്ടിട്ടുണ്ട്. ഇതിനെ ഏറ്റവും കൂടുതൽ നഖശികാന്തം എതിർത്ത ആളുകളും ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഏതെങ്കിലും ഒരു റിസൾട്ട് കിട്ടി അതിനുശേഷം സ്ഥിരമായി ഉപയോഗിക്കുന്ന എത്രയോ ആളുകൾ എനിക്കറിയാവുന്നതുണ്ട്. ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത്, സാറ് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന് വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന വാക്ക്, എനിക്ക് പ്രൊഡക്റ്റ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് നീ എനിക്ക് തന്നാൽ മതി, എനിക്ക് വേണ്ട, ഡിസ്ട്രിബ്യൂഷൻ ID വേണ്ട, എങ്കിലും നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊക്കെ സ്ഥിരമായി കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ വെൽഹാർട്ട് 3 ഒന്നിച്ചു കൊടുത്തേക്കും. ഹാർട്ടിന്റെ ഫങ്ഷൻ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയുള്ള നല്ല ഭക്ഷണമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളെ പറ്റിയാണ് ഞാൻ ആദ്യം 2 പ്രൊഡക്റ്റിനെ പറ്റി സംസാരിച്ചത്. ഒന്ന് നമ്മുടെ പ്രോബയോട്ടിക്സ്. അതിനിടയ്ക്ക് ആരോ സംശയം ചോദിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കാവോ എന്നുള്ളത്. ഒരു പ്രശ്നവുമില്ല, കൊടുക്കാം. ഒന്നിൽ കൂടുതൽ ആരും കഴിക്കേണ്ട. ചെറിയ കുട്ടികളായാലും മുതിർന്ന ആളുകളായാലും ശരീരത്തിൽ ആവശ്യമുള്ളത് അതിൽ കിട്ടുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, കഴിക്കാം. നമ്മുടെ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി ആർക്കെങ്കിലും കൊടുക്കാവോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ 1-2 പ്രൊഡക്റ്റുകളെ പറ്റി നമ്മൾ പറയാനുള്ള കാരണം, ഓവർ ന്യൂട്രീഷൻ വേണ്ട എന്നുള്ള ഒറ്റ അർത്ഥത്തിലാണ്. നമുക്ക് പോഷകങ്ങളുടെ ഒരു പരിധി കവിഞ്ഞ് നമുക്ക് പോഷകങ്ങൾ ആവശ്യമില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുമല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ 95-നെയൊക്കെ അങ്ങനെ പ്രതിപാദിക്കുന്നത്. എന്ന് വെച്ച് അത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ള പരിപൂർണ അർത്ഥമല്ല. ശാരീരികമായിട്ട് വലിയ അവശതകൾ അനുഭവിക്കുന്ന, കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്ന, അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസിന്റെ അപര്യാപ്തമുള്ള ആളുകൾക്ക് ഏത് കുട്ടിയായാലും കൊടുക്കാനും പറ്റും. ചിലപ്പോൾ 3 വയസ്സുള്ള കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ നമ്മുടെ 95 ഉപയോഗിക്കാം. പക്ഷെ ഡോസ് ഒന്ന് കൊടുത്താൽ മതി. ഞാൻ പല ആളോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സാറേ 5 വയസ്സുള്ള കുട്ടിയാണ്, അതിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിന് നമുക്ക് 95 കൊടുത്താൽ മാറും എന്നാണ് എൻ്റെ വിശ്വാസം. കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയും കൊടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിന്റെ സിപ്പപ്പിന്റെ ഏറ്റവും സെൻട്രൽ വെച്ച് റബ്ബർ വേണ്ടിയിട്ട് നല്ല കുടുക്കി ആദ്യം കുടുക്കി വെക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കുടുക്കി വെക്കുക. അതിനുശേഷം ഒരെൻഡ് കട്ട് ചെയ്തിട്ട് ആ ഇത് കൊടുത്ത് നേരെ പകുതി എടുക്കുക. ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ കലക്കി കുട്ടിക്ക് കൊടുത്തേക്കുക. ഒരു പ്രശ്നവുമില്ല. 30,000 ഒറാക്ക് വാല്യൂക്ക് പകരം അതിന് 15,000 ഒറാക്ക് വാല്യൂ തൽക്കാലം കിട്ടും. അത് മതി, ഓവർ വേണ്ട. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പ്രഗ്നൻസി പീരീഡിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കരുത്, മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ കാരണം ഞാൻ പല സമയത്തും അതിന്റെ ട്രെയിനിങ്ങുകൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടികളെയും ഗർഭിണികളായ സ്ത്രീകളെയും പൊതുവെ സമൂഹം കൂടുതൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അവർക്ക് പരിചരണം കൊടുക്കും. സ്വാഭാവികമായി പ്രഗ്നൻസി പീരീഡിലുള്ള സ്ത്രീകളോട് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ വിശേഷമൊക്കെ എങ്ങനെയുണ്ട്? പല വിശേഷങ്ങളും ചോദിക്കാറുണ്ട്. അവരെ കൂടുതൽ കെയർ ചെയ്യും. ആ കെയറിങ്ങിനിടക്ക് ചോദിക്കുന്ന സമയത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യം, പലരും ചോദിക്കുന്ന സമയത്ത് വിശേഷം ചോദിക്കും. തീർച്ചയായും ആ സമയത്ത് കൂടുതൽ ശ്രദ്ധ വരും നമുക്കറിയാം. ആ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ ഗർഭിണികൾക്കും അല്ല,
എങ്കിലും ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകൾക്കും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട് ഗർഭസ്ഥാവസ്ഥയിൽ. ഒന്നുകിൽ ആ സമയത്ത് പ്രഷർ ഡൗൺ ആയി പോവുക, അല്ല പ്രഷർ കൂടി പോവുക, BP വേരിയേഷൻ വരിക, ആ സമയത്ത് മാത്രം വരുന്ന ഷുഗർ, ആ സമയത്ത് മാത്രം വരുന്ന അലർജി പ്രോബ്ലം, അങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ്, ആ സമയത്ത് മാത്രം തൈറോയ്ഡ് പ്രശ്നം വരിക, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പല ഗർഭിണികൾക്കും വരാറുണ്ട്. നമ്മുടെ ഭാഗ്യദോഷത്തിന് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്തു, ഇവർക്ക് നല്ലതാണെന്ന് വിചാരിച്ച് കൊടുത്തു. ആ സമയത്ത് ഇത് കഴിച്ച് ഒരു 3 ദിവസം കഴിയുന്ന സമയത്തായിരിക്കും ഇവർക്ക് അലർജിയുടെ പ്രോബ്ലം വന്നിട്ടുണ്ടാകുക. തീർച്ചയായും അവർ പറയുക ഇത് കഴിച്ചതിന് ശേഷമാണ് വന്നത്, ഇത് കഴിച്ചുകൊണ്ടല്ല വന്നത് എന്ന് ഞാൻ പറയും 100%. പക്ഷെ ആളുകളുടെ മനസ്സിലുള്ള ധാരണ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗർഭസ്ഥാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. ഇനി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതും പ്രൊഡക്റ്റ് കൊടുക്കാം. ഏത് പ്രൊഡക്റ്റ് കഴിച്ചാലും എനിക്ക് ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റും, നിങ്ങൾ ഉദ്ദേശിച്ച ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ, വയറ്റിൽ വേദനയായിട്ട് കൊടുത്തത് നമ്മൾ കൊടുത്തത് ലിവഗൈനാണ്. ലിവർ ഫംഗ്ഷൻ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ, ദഹന പ്രക്രിയ ക്ലിയർ ആയി കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ അവർക്ക് അപ്പൻഡിക്സിന്റെ വേദനയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല, അത് മാറില്ല. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റിനെ മോശം പറയാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ പല സമയത്തും നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ ഒരു കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി, ഇത് നിങ്ങൾ കൊടുത്തത് ലിവർ ഫംഗ്ഷൻ പെർഫെക്റ്റ് ആകാനും ലിവർ ക്ലിയറായി ദഹനം ക്ലിയർ ആകാനും കൊടുത്തത്, പക്ഷെ അവർക്ക് അപ്പൻഡിക്സിന്റെ പ്രോബ്ലം ആണെങ്കിൽ ഇത് മാറില്ല എന്നുള്ളത് ഉറപ്പ്. പക്ഷെ ആ അപ്പൻഡിക്സിന് ഇത് എന്തെങ്കിലും വിപരീതമായി ഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യത്തിലും ഗ്യാരണ്ടി പറയുന്നത് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും അതിന്റെ റിസൾട്ട് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ ഡോക്ടേഴ്സ് അല്ല. ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അതേപോലെ കിട്ടണമെന്ന് ഒരു ഡോക്ടറും വാശി പിടിക്കാറുമില്ല. ഡോക്ടറും ചിലപ്പോൾ ഒരു പരീക്ഷണത്തിന് കൊടുത്തു നോക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറയും. ആ ടെസ്റ്റിങ്ങിനകത്തുള്ള റിപ്പോർട്ട് അനുസരിച്ച് വേറെ മാറ്റി എഴുതി കൊടുക്കും. അത് എഴുതി കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടർ വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്യും. ഇനി അല്ല നമ്മൾ തന്നെ സ്വയം സജസ്റ്റ് ചെയ്യും, ആ ഹോസ്പിറ്റലിൽ വേണ്ട, ഡോക്ടർ വേണ്ട, നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. ആ സ്ഥലത്ത് പോയ സമയത്താണ് ആ ഡോക്ടർക്കാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന് ഇന്നതാണ് അസുഖം, നേരത്തെ പറഞ്ഞതല്ല. അവർ മനസ്സിലാക്കും, അവർ മാറ്റി എഴുതി കൊടുക്കും. ഒരു രോഗി ഇന്ന് വരെ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് എവിടെയും പോയിട്ടില്ല. നേരത്തെ തന്ന ഗുളികയുടെ എഴുത്തന്ന ഗുളികയുടെ പൈസ താന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറൊന്നും പോയിട്ടില്ല. അതുപോലെ നമ്മൾ കണ്ടാൽ മതി. പക്ഷെ ഒരു കാര്യത്തിലുള്ള ഗ്യാരണ്ടി, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് കൊടുത്താലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മളെ ഒരു പ്രൊഡക്റ്റിനും ഇല്ല എന്നുള്ളത് 100% ഗ്യാരണ്ടി. എന്ന് വെച്ച് ചില ആളുകൾ ചോദിക്കും, സാറേ ഇത് കൊടുത്തതിന് ശേഷം കൂടി, എത്രയോ പ്രാവശ്യം വന്ന 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാറേ ഞാൻ നമ്മൾ ഡയബ ലൈഫ് കൊടുത്തു, അയാൾക്ക് ഡയബ ലൈഫും ലിവഗൈനും 95 കൊടുത്തു. അവർക്ക് നേരത്തെ 8.5 ആയിരുന്നു, ഇപ്പൊ 9.2 കൂടും, അല്ലെങ്കിൽ കുറയും. അത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് അല്ല, പ്രൊഡക്റ്റിന്റെ സൈഡ് എഫക്റ്റും അല്ല, പ്രൊഡക്റ്റിന്റെ മോശവും അല്ല. നമ്മുടെ പ്രൊഡക്റ്റ് കഴിച്ചാൽ നമ്മൾ വെൽനസ് ഉൽപ്പന്നങ്ങളാണ് കൊടുത്തത്, കെമിക്കൽ കോമ്പിനേഷൻ അല്ല. ആ വെൽനസ് ശരീരത്തിൽ എഫക്ട് ചെയ്ത് വരാൻ, ശരീരത്തിന് പാകപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അതിനിടയ്ക്ക് ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും, ചിലപ്പം കൂടാൻ കുറയാം. കൂടിയാലും കുറഞ്ഞാലും ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടുള്ള ഇതിന്റെ റിസൾട്ടായി നിങ്ങൾ കാണേണ്ടതില്ല എന്നുള്ള ഒറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ കിട്ടുന്നത് ഇതിന്റെ റിസൾട്ടായി പരിഗണിക്കേണ്ടതില്ല. അത് കൂടിയാലും കുറഞ്ഞാലും, ചിലപ്പോൾ ഡയബറ്റിക് 8.5 ഉള്ളത് 7.2 താണിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ടാണ് മാറ്റം വന്നതെങ്കിൽ ഉറപ്പിച്ചോ അത് ഇതുകൊണ്ടല്ല. അവർ ആ സമയത്തുണ്ടാകുന്ന ഭക്ഷണക്രമം, ആ സമയത്തുണ്ടായിട്ടുള്ള വിശ്രമം, ആ സമയത്തുണ്ടായിട്ടുള്ള ടെൻഷൻ, ഇതൊക്കെ അതിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ചില ആള് 95 കൊടുത്താൽ പറയും, സാറേ 95ന്റെ അകത്ത് ഷുഗർ ഇല്ല എന്നല്ല പറഞ്ഞത്, എന്നിട്ട് കഴിച്ചിട്ട് ഇയാൾക്ക് കൂടിയല്ലോ. കൂടിയത് വേറെ ഒന്നും കൊണ്ടല്ല, ആ 95 കഴിച്ചത്, ആ കഴിക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഇയാൾക്ക് മനസ്സിലുണ്ട്, ഇതിന് മധുരമുണ്ട്, കൂടുമോ എന്നുള്ള പേടിയുണ്ട്. അതിനാ സൂക്രലോസ് എന്ന് പറഞ്ഞ ഘടകമാണുള്ളത്, ഒരിക്കലും ഷുഗർ വർദ്ധിപ്പിക്കുന്നതല്ല. ഗ്ലൂക്കോസോ സൂക്രോസോ അല്ല, സൂക്രലോസ് എന്ന് പറയുന്ന ഘടകമാണ്, കൂട്ടുന്നതല്ല, കുറക്കുന്നതുമല്ല. പക്ഷേ മാനസികമായിട്ടുള്ള നില, ഇദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള മാനസിക നില ഒരു പേടി ഉണ്ടാക്കും, ചെറിയൊരു ഭയം ഉണ്ടാകും. ആ ഭയത്തിൽ നിന്ന് തന്നെ ഷുഗർ വർദ്ധിക്കും.
അതാണ് അതിന്റെ കാരണം. ഒരിക്കലും ഇത് കഴിച്ചിട്ടുള്ളതല്ല. ഇനി ഞാൻ ഒരിക്കൽ പറഞ്ഞു ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടിയാലും കുറഞ്ഞാലും ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടുള്ളത് ഇതിന്റെ റിസൾട്ട് അല്ല. അത് വേരിയേഷൻ നമ്മുടെ ശരീരത്തിൽ എല്ലാ സമയത്തും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാണെങ്കിൽ രാവിലെ പോയി ഒരു ECG എടുക്കുക, ഉച്ചക്ക് പോയിട്ട് വേറൊരു ECG എടുക്കുക, വൈകുന്നേരം വേറൊരു ECG എടുക്കുക. ഒരേ ലേബലിൽ നിന്ന് 3 എടുത്തു നോക്കിയാൽ 3 വ്യത്യസ്തമായിരിക്കും. ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഒന്ന് അളന്നു നോക്കുക, ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ദിവസം 3 സമയത്ത് ഇനി 5 മിനിറ്റ് ഗ്യാപ്പിട്ടായാൽ പോലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വ്യത്യാസം ഉണ്ടോ നോക്കിയാൽ മതി. വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ ശരീരം ഒരിക്കലും ഒരേ താളത്തിൽ പ്രവർത്തിക്കുന്നതല്ല. ഹൃദയത്തില് ഞാൻ പറഞ്ഞു, ഹൃദയമിടിപ്പ് 72 മിടിപ്പാണ് ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞു. എല്ലാ സമയത്തും അങ്ങനെയല്ല. ഒരവയവും ഒരേ താളത്തിൽ പ്രവർത്തിക്കുന്ന മെഷീനറി അല്ല. ഓട്ടോമേറ്റഡ് മെഷീനറിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആ ഓട്ടോമേറ്റഡ് മെഷീനറി പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ആ തലച്ചോറിന് അറിയാം ഏത് സമയത്ത് ഏത് സ്പീഡിൽ പോകണം എന്നൊക്കെ. നമ്മുടെ വണ്ടി പോകുന്ന സമയത്ത് അറിയില്ലേ, ആക്സിഡന്റ് ചവിട്ടിയാല് 60, 80, 100 പോവും. തിരക്കുള്ള സ്ഥലത്തെത്തുമ്പോൾ ഡ്രൈവർക്ക് കാല് ഓട്ടോമാറ്റിക് ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും ഒക്കെ മാറും. അതേപോലെ ശരീരത്തിന്റെ പ്രവർത്തനത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് തലച്ചോറ് അതിനെ നിയന്ത്രിക്കും. അങ്ങനെ നിയന്ത്രിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരിക്കലും അതിന്റെ റിസൾട്ടായി കാണേണ്ടതില്ല. ഇതിന്റെയൊക്കെ റിസൾട്ട് ഒരു 3 മുതൽ 6 മാസം വരെയൊക്കെ സമയം കൊണ്ട് മാത്രമേ കൃത്യമായ റിസൾട്ടിലേക്ക് എത്തൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകണം. എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഞാനിന്ന് വെറും 2 പ്രൊഡക്റ്റിനെ പറ്റിയാണ് സംസാരിച്ചത്. ഒന്ന് പ്രോബയോട്ടിക്സും ഒന്ന് മുരിങ്ങയും. ഇത് നിർബന്ധമായും നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാ ലീഡേഴ്സും സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. എത്ര കാലത്തേക്കെന്ന് അതിന് പരിധിയില്ല. ലൈഫ് ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല.